ഒരാൾക്ക് ഒരു പെയർ എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പാർട്ട്ണർ എന്നുള്ള കൺസെപ്റ്റ് എന്നുള്ള സംഗതി അത് സോഷ്യൽ ലൈഫിൽ നമ്മൾ ആ ഒരു ഹൈറാർക്കിയിൽ അങ്ങനെയാണ് നല്ലതെന്നുള്ള രീതിയിൽ നമ്മൾ എത്തിപ്പെട്ടേക്കുന്ന ഒരു സംഗതിയാണ്. ഇവല്യൂഷൻ വൈസ് അനിമൽസ് ആയിക്കോട്ടെ ഒരുമാതിരി എല്ലാം പല കിളികളിലും കാര്യങ്ങളൊക്കെ സിംഗിൾ പാർട്ട്ണർ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. മെജോറിറ്റി ഓഫ് അനിമൽ കിങ്ഡത്തിലുള്ള എല്ലാം അവർ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ട് എന്നുള്ള രീതി തന്നെയാണ്. ഇപ്പം ഈ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള ഒരു മനുഷ്യൻ സോഷ്യലി അവർക്ക് എല്ലാ കമ്മിറ്റ്മെന്റ്സും കറക്റ്റായിട്ട് ഇത് മുന്നോട്ട് പോകണം, അവർക്ക് അത്രയും കുട്ടികൾ അല്ലെങ്കിൽ അത്രയും പേയേഴ്സിനെ കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്തൊക്കെ മുന്നോട്ട് പോകാൻ പറ്റാന്നുള്ള സംഗതി ചിലപ്പോൾ പ്രാക്ടിക്കൽ അല്ലായിരിക്കും. അവരൊരു പക്ഷേ സോഷ്യലി അക്സെപ്റ്റബിൾ അല്ലാത്തൊരു കൺസെപ്റ്റ് ആയിരിക്കാം. പക്ഷെ ഞാൻ പറയുന്ന ഒരു രീതി ഇത്രേ ഉള്ളൂ, സെക്സ് ഈസ് ഡിവൈൻ ഇൻസൈഡ് ദ ഹൗസ്, ഔട്ട്സൈഡ് ഈസ് ഡർട്ടി. അതായത് ഈ പറഞ്ഞ സെക്സിനെ ഈ പറഞ്ഞ പോലെ ഒരു വല്ലാത്ത മോശപ്പെട്ട സാധനമായിട്ടാണ് വീട്ടിൽ പ്ലേസ് ചെയ്യണമെങ്കിൽ അത് വളരെ ആ വീട്ടിലെ കാര്യങ്ങൾ ശരിക്കും ഭംഗിയായിട്ടുള്ള രീതിയിലല്ല മുന്നോട്ടാണ്. ഇൻസൈഡ് ദ ഹൗസ് ഈസ് ഡിവൈൻ 100%. ഔട്ട്സൈഡിലേക്ക് പോകുന്ന സാഹചര്യം ഇല്ലാണ്ടിരിക്കട്ടെ.